ആകുവാൻ, യേശുവിൻ വാക്കു കാക്കുവാൻ, യേശുവെ നോക്കി ജീവിപ്പാൻ ഇവയെ കാംക്ഷിക്കുന്നു ഞാൻ. ഉറപ്പിക്കെന്നെ എന്നാഥ, നിറയ്ക്ക എന്നെ ശുദ്ധാത്മാ, ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ. ആരോട് ചോദിച്ചാലും എല്ലാവരും പറയും 2020 പരാജയത്തിൻ്റെ വർഷമായിരുന്നു, തകർച്ചയുടെ വർഷമായിരുന്നു, കണ്ണീരിൻ്റെ വർഷമായിരുന്നു, വേദനയുടെ, നിരാശയുടെ, അതെ മരണത്തിൻ്റെ വർഷമായിരുന്നു 2020. പദ്ധതികൾ പരാജയപ്പെട്ട വർഷം, സ്വപ്നങ്ങൾ തകർന്ന വർഷം, പ്രതീക്ഷകൾ അസ്ഥാനത്തായ വർഷം, ആശകൾ നശിച്ച വർഷം. വ്യക്തികൾ, കുടുംബങ്ങൾ, സമൂഹം, രാഷ്ട്രം, ലോകം എല്ലാവരുടെയും അനുഭവം ഒന്ന് തന്നെ. എന്തെല്ലാം പ്രതീക്ഷകളായിരുന്നു ജനുവരി മാസം 1-ാം തീയതി നമുക്കുണ്ടായിരുന്നത്. എന്തെല്ലാം കണക്കുകൂട്ടലുകൾ നാം നടത്തിയിരുന്നു. എന്തെല്ലാം പുതിയ പദ്ധതികൾ നാം ആവിഷ്കരിച്ചിരുന്നു. പക്ഷേ എല്ലാം വെറും ജലരേഖകൾ ആയിപ്പോയ ഒരവസ്ഥയിലാണ് ഇപ്പോൾ നാം എല്ലാം. ഉയർച്ച സ്വപ്നം കണ്ടവർ താഴ്ചയെ നേരിട്ടില്ലേ? നിറവിനെ സ്വപ്നം കണ്ടവർ ശൂന്യതയുടെ ഗർത്തത്തിൽ ആയിപ്പോയില്ലേ? എല്ലാം തകർന്നു. നഷ്ടത്തിൻ്റെ, പരാജയത്തിൻ്റെ, ദുഃഖത്തിൻ്റെ, കണ്ണുനീരിൻ്റെ, മോഹഭംഗത്തിൻ്റെ, നിരാശയുടെ, വേദനയുടെ, തകർച്ചയുടെ, രോഗത്തിൻ്റെ, മഹാമാരിയുടെ വർഷം, അതെ മരണത്തിൻ്റെ വർഷം. നല്ലതെന്താണ് ഓർക്കുവാൻ നമുക്കുള്ളത് 2020 കുറിച്ച്? സന്തോഷത്തോടെ മനസ്സിൽ താലോലിക്കുവാൻ എന്തെങ്കിലുമുണ്ടോ? 2020 ഓർത്ത് ദൈവത്തെ സ്തുതിക്കുവാനും നന്ദി പറയുവാനും എന്താണുള്ളത്? സാമ്പത്തിക മേഖലയിലെ തകർച്ച, തുടങ്ങിവെച്ച പലതും മുടങ്ങി വഴിമുട്ടിക്കിടക്കുന്ന അവസ്ഥ, ജോലി നഷ്ടം, കുഞ്ഞുങ്ങളുടെ ഭാവി വഴിമുട്ടി നിൽക്കുന്നു. നാളെ സാഹചര്യങ്ങൾ അനുകൂലമായാലും അവർക്ക് വേണ്ടി നാം കരുതിയിരുന്ന ഭാവി സാധ്യമാകുവാൻ പറ്റാത്ത തരം സാമ്പത്തിക പ്രശ്നങ്ങൾ. ചിലർ രോഗത്തിനടിമകളായി, ചിലർക്ക് അവരുടെ പ്രിയപ്പെട്ടവർ നഷ്ടമായി, ചിലർക്ക് താങ്ങാൻ കഴിയാത്ത സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടായിരിക്കുന്നു. ഇനി എന്ത്, എങ്ങനെ എന്ന ഉത്തരം കിട്ടാത്ത ഭയപ്പെടുത്തുന്ന ചോദ്യങ്ങൾ മാത്രം എല്ലാവരുടെയും മുൻപിൽ നിൽക്കുന്നു. അടഞ്ഞുകിടക്കുന്ന വഴികൾ, ഒരുപക്ഷെ വഴിയെ കാണുന്നില്ല, ഇരുളടഞ്ഞ ഭാവി. അതെ, എന്തോർത്താണ് നമുക്ക് സന്തോഷിക്കുവാനുള്ളത്? എന്തോർത്താണ് നമുക്ക് പാടുവാനുള്ളത്? എന്തോർത്താണ് നമുക്ക് നന്ദി പറയുവാനുള്ളത്? ഇപ്പോഴും മുന്നോട്ട് നോക്കുമ്പോൾ അനിശ്ചിതത്വം മാത്രം. നമ്മെ എല്ലാവരെയും ഒരുപോലെ അലട്ടുന്ന ഈ ചിന്തകൾ എല്ലാവരുടെയും മുൻപിൽ നിൽക്കുന്നുണ്ട്. എനിക്കും ഇതേ ചിന്താഭാരങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ദിവസം പ്രഭാത ധ്യാനത്തിനിടെ ചില വേദഭാഗങ്ങൾ എൻ്റെ മനസ്സിലുടക്കി. എൻ്റെ ചിന്താഗതിക്ക് മാറ്റം വന്നു. ഇതുവരെ ഞാൻ പറഞ്ഞു വന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും തകർച്ചകളും മഹാമാരിയും നമ്മുടെ ജീവിതാനുഭവങ്ങളാണ്. അവ സത്യവുമാണ്. അവ നമ്മുടെ അനുഭവ സാക്ഷ്യം ആണ് എന്ന് വേണമെങ്കിൽ പറയാം. അതെ, വളരെ കയ്പ് നിറഞ്ഞ, വേദനാജനകമായ, കണ്ണീരിൽ കുതിർന്ന, ഭയമുളവാക്കുന്ന അനുഭവ സാക്ഷ്യം. തികച്ചും പച്ചയായ, ക്രൂരമായ ചില ജീവിത യാഥാർത്ഥ്യങ്ങൾ. പക്ഷേ ദൈവത്തിൻ്റെ വചനം വായിച്ചപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ദൈവവചനം ഞാൻ എഴുതിയതല്ല, പക്ഷേ അതിനകത്തതാ എൻ്റെ അനുഭവങ്ങൾ കിടക്കുന്നു. എൻ്റെ അനുഭവ സാക്ഷ്യങ്ങൾ ആ വചനത്തിനകത്ത് കിടക്കുന്നു. സങ്കീർത്തനം 30-ാം അധ്യായം 2-3 വാക്യങ്ങളിൽ ഇങ്ങനെ കാണുന്നു: എൻ്റെ ദൈവമായ യഹോവേ, ഞാൻ നിന്നോട് നിലവിളിച്ചു, നീ എന്നെ സൗഖ്യമാക്കുകയും ചെയ്തു. യഹോവേ, നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ നിന്ന് കരയേറ്റിയിരിക്കുന്നു. ഞാൻ കുഴിയിൽ ഇറങ്ങിപ്പോകാതിരിക്കേണ്ടതിന് നീ എനിക്ക് ജീവരക്ഷ വരുത്തിയിരിക്കുന്നു. ഭീതിയുടെ കൊടുങ്കാറ്റാഞ്ഞടിച്ച 2020 ആദ്യ പകുതിയിൽ അനേക വൻമരങ്ങൾ കടപുഴകി വീണു. നമ്മേക്കാൾ ശക്തരും സമ്പന്നരും അരോഗദൃഢഗാത്രരും എന്തിനും ഏതിനും പ്രാപ്തിയുമുണ്ടായിരുന്ന അനേകർ രായ്ക്ക് രാമാനം എന്ന പോലെ മണ്ണോട് ചേർന്നു. പല കാരണങ്ങളാൽ ലക്ഷക്കണക്കിന് മരണങ്ങൾ എന്നും സംഭവിക്കുന്നുണ്ടെങ്കിലും പെട്ടെന്ന് ആരെയും ഇല്ലായ്മ ചെയ്യുന്ന COVID-19 എന്ന വൈറസ് നമ്മയെല്ലാം ഞെട്ടിച്ചു കളഞ്ഞു, പിടിച്ചുലച്ചു. ഓരോ ദിവസത്തെയും മരണക്കണക്കുകൾ കേട്ട് നെഞ്ചിടിപ്പോടെ നാം രാത്രികളിൽ കിടന്നുറങ്ങി. ഉറക്കത്തിൽ തന്നെ പലരുടെയും നെഞ്ചിടിപ്പ് നിലച്ചു. എത്ര കുഞ്ഞുങ്ങൾ അനാഥരായി, എത്ര മാതാപിതാക്കൾ നെഞ്ചു തകർന്ന് വിതുമ്പുന്നു. ദൈവമക്കളും ദൈവദാസന്മാരുമായ എത്ര പേർ യാത്രയായി. പക്ഷേ നാം ഇന്നും പൂർണ്ണ ആരോഗ്യത്തോടെ ജീവിച്ചിരിപ്പില്ലേ? അല്പം മുൻപ് കേട്ട സങ്കീർത്തന വാക്യം വാസ്തവത്തിൽ നമ്മുടെ അനുഭവ സാക്ഷ്യമല്ലേ? നാം നിലവിളിച്ചപ്പോൾ യഹോവ നമ്മെ സൗഖ്യമാക്കി. നമ്മുടെ പ്രാണനെ അവിടുന്ന് പാതാളത്തിൽ നിന്ന് കരയേറ്റി. കുഴിയിൽ ഇറങ്ങിപ്പോകാതിരിക്കേണ്ടതിന് കർത്താവ് നമുക്ക് ജീവരക്ഷ വരുത്തി. ലോകം മുഴുവനും, നമ്മുടെ രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തും നമ്മുടെ ജില്ലയിലും ചുറ്റുപാടുകളിലുമായി പെട്ടെന്നുണ്ടായ ഒരു വൈറസ് ബാധ മൂലം, അതെ,
ഒരു വൈറസ് ബാധ മാത്രം മൂലം ഇതുവരെ 17 ലക്ഷത്തിലധികം മനുഷ്യർ പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോയില്ലേ? അല്ലാതെ തന്നെ 2 ലക്ഷത്തോളം മനുഷ്യർ ഓരോ ദിവസവും ലോകത്തിൽ മരിക്കുന്നുണ്ട്. നാം അവരിൽ ഒരാളാകാതെ ദൈവം നമ്മെ 2020 കാത്തുപരിപാലിച്ചില്ലേ? 2020 ഓർത്ത് ദൈവത്തിന് നന്ദി പറയുവാൻ ഈ ഒരു ഒറ്റ കാരണം പോരെ നമുക്ക്? നമ്മിൽ ചിലർക്ക് ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം, വരുമാനം നിലച്ചിട്ടുണ്ടാകാം, തന്മൂലം ഞെരുക്കത്തിൽ നമ്മിൽ പലരും ആയിട്ടുണ്ടാകാം. അതൊക്കെ സത്യമാണ്. പക്ഷേ ദിവസവും 25,000 പേർ, അതായത് ഓരോ വർഷവും 90 ലക്ഷത്തിലധികം മനുഷ്യർ പട്ടിണി മൂലം ലോകത്തിൽ നരകിച്ച് മരിക്കുന്നുണ്ടെന്ന് നമുക്കറിയാമോ? അവർക്കുണ്ടായ അത്രയും ഞെരുക്കം നമ്മുടെ ജീവിതത്തിൽ ദൈവം വരുത്തിയിരുന്നുവെങ്കിൽ ഇന്ന് 2020 പരാതി പറയുവാൻ നാം ഈ ഭൂമിയിൽ ഉണ്ടാകുമായിരുന്നില്ല. നാം അത് ഓർക്കാറുണ്ടോ? ഇത്രയും അനുഗ്രഹം പോരെ 2020 ദൈവത്തിന് നന്ദി പറയുവാൻ? COVID-19 നമ്മുടെ എല്ലാ കണക്കുകൂട്ടലുകളെയും തെറ്റിച്ചു. നിരാശയിലാണ് നാം എല്ലാവരും. സ്വന്തമായൊരു വീട് സ്വപ്നം കണ്ടവർ ആ വീടിൻ്റെ പണി തുടങ്ങുവാൻ കഴിയാതെ അവർക്ക് പോയി. തുടങ്ങിയ പണി ഒരുപക്ഷെ പാതി വഴിയിൽ പലർക്കും നിർത്തിയിടേണ്ടി വന്നിട്ടുണ്ടാകാം. ലോൺ എടുത്ത് പണിതതിൻ്റെ അടവുകൾ മുടങ്ങിയതിൻ്റെ പ്രശ്നങ്ങൾ നമ്മിൽ പലരെയും അലട്ടുന്നുണ്ടാകാം. അതെ, പാർപ്പിട പ്രശ്നം മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ്, പാർപ്പിട പ്രശ്നം. പക്ഷേ തലചായ്ക്കുവാൻ ഇടമില്ലാത്ത 1000-ഓളം സാധുക്കൾ ഓരോ വർഷവും തണുപ്പ് കൊണ്ട് മാത്രം ഇന്ത്യയിൽ മരിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാമോ? ഈ ഡിസംബറിലെ കൊടുംതണുപ്പിലും ഇതുവരെ കുറേ പേർ മരിച്ചു കഴിഞ്ഞു, ഇനിയും മരിക്കാനിരിക്കുന്നു എന്ന വസ്തുത നാം ഗ്രഹിച്ചിട്ടുണ്ടോ? ലോകത്താകമാനം കുറേ ആയിരങ്ങൾ ഓരോ വർഷവും കയറിക്കിടക്കുവാൻ ഇടമില്ലാത്തതുകൊണ്ട് മാത്രം തണുപ്പിലും വെയിലിലും തളർന്നു വീണും രക്തം കട്ട പിടിച്ചും മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ നേരിടുന്നത്ര വലിയ ഒരു പാർപ്പിട പ്രശ്നം നമുക്ക് ഇതുവരെ നേരിടേണ്ടി വന്നിട്ടുണ്ടോ? എന്തൊക്കെയായാലും വെയിലും കാറ്റും മഴയും തണുപ്പും ഏശാതെ സുരക്ഷിതമായും സമാധാനമായും കിടന്നുറങ്ങുവാൻ ദൈവം നമുക്ക് ഇതുവരെ ഇടം തന്നില്ലേ? ഇതിൽ കൂടുതൽ എന്തു വേണം 2020 ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ? മക്കളെക്കുറിച്ചാണ് പലർക്കും പരാതി. നിങ്ങൾ ആഗ്രഹിച്ച നിലയിൽ അവർ വളർന്നില്ല, പഠിച്ചില്ല, മാർക്ക് നേടിയില്ല, അഡ്മിഷൻ കിട്ടിയില്ല. വല്ലാതെ അരിശം തോന്നുന്നുണ്ടല്ലേ? 100 കൂട്ടം പരാതികളാണ് നമുക്ക് മക്കളെക്കുറിച്ച്. പക്ഷേ മക്കളെ മരണം തട്ടിപ്പറിച്ചു കൊണ്ടുപോയതിൻ്റെ സങ്കടം ഇപ്പോഴും മാറാതെ നെഞ്ചുപൊട്ടിക്കരയുന്ന അമ്മയപ്പന്മാരുടെ കണ്ണുനീര് വറ്റാത്ത ആ മുഖങ്ങളിലേക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാതെ നമ്മുടെ ഹൃദയം തേങ്ങിപ്പോകും. തിരികെ വീട്ടിൽ ചെല്ലുമ്പോൾ സ്വന്തം മക്കളുടെ ചിരിക്കുന്ന മുഖങ്ങൾ കണ്ട് ആനന്ദ കണ്ണീരോടെ അറിയാതെ നിങ്ങൾ പറഞ്ഞു പോകും, ദൈവമേ, ഇത്രയും നല്ല കുഞ്ഞുങ്ങളെ എനിക്ക് തന്നതോർത്ത് 1000 നന്ദി, അവരെ നീ മരണത്തിന് വിട്ടുകൊടുക്കാഞ്ഞതിന് നന്ദി. ചില മക്കൾക്ക് അപ്പനമ്മമാരോടാണ് അരിശം. മാതാപിതാക്കൾ മൂലം സ്വാതന്ത്ര്യം ആസ്വദിക്കുവാൻ കഴിയുന്നില്ല. എന്തിനും ഏതിനും വിലക്കുകൾ. നല്ല ഭക്ഷണം കിട്ടിയില്ലെങ്കിലും സാരമില്ല, ഹോസ്റ്റൽ തന്നെയാണ് നല്ലത്, കാരണം തടയുവാൻ അവിടെ ആരുമില്ലല്ലോ എന്നൊക്കെ വിചാരിക്കുന്ന കുഞ്ഞുങ്ങൾ. അപ്പനമ്മമാർ മര്യാദയ്ക്ക് സമ്പാദിക്കാതിരുന്നത് കൊണ്ട് കൂട്ടുകാരിൽ പലരും അനുഭവിക്കുന്ന സുഖസൗകര്യങ്ങളും ആർഭാടങ്ങളും ഞങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയുന്നില്ല എന്ന പരാതി മറ്റ് പല കുഞ്ഞുങ്ങൾക്ക്. കുറച്ച് ബാങ്ക് ബാലൻസ് നേരത്തെയേ ഉണ്ടാക്കിയിരുന്നു എങ്കിൽ ലോക്ക്ഡൗണിലും അല്പം കൂടി മുന്തിയ കോളേജുകളിൽ അഡ്മിഷൻ കിട്ടിയേനെ. അങ്ങനെ എന്തെല്ലാം പരാതികൾ, പരിഭവങ്ങളാണ് മക്കൾക്കുള്ളത്. എന്നെ കേൾക്കുന്ന മക്കളെ, നിങ്ങൾക്കറിയാമോ, നിങ്ങളുടെ പ്രായമുള്ള കുറേ മക്കൾ ഇനി എങ്ങനെ ജീവിക്കുമെന്നറിയാതെ തലയ്ക്ക് കയ്യും കൊടുത്തിരിക്കുന്നുണ്ടെന്ന്. നാളെ മുതൽ എങ്ങനെ ജീവിക്കും, എങ്ങനെ പഠിക്കും, എവിടെ കിടന്നുറങ്ങുമെന്ന് അവർക്കറിയില്ല. കരഞ്ഞ് കരഞ്ഞ് അവർ ബലമില്ലാതെയായി. ഇന്നലെ വരെ അവരെ പോറ്റിപ്പുലർത്തിയ മാതാപിതാക്കൾ ഇന്ന് അവരോടൊപ്പം ഇല്ല. പെരുവഴിയിലായ മക്കൾ. കോവിഡ് അവരുടെ മാതാപിതാക്കളെ ഇല്ലാതെയാക്കി. അപകടങ്ങൾ മൂലവും മറ്റ് പല രോഗങ്ങൾ കാരണവും ആത്മഹത്യയിലൂടെയും കുറേയേറെ മാതാപിതാക്കൾ ഇല്ലാതെയായി. എല്ലാം നഷ്ടപ്പെട്ട, കരയാൻ പോലും ശക്തിയില്ലാത്ത ആ മക്കളുടെ കണ്ണുകളിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കാമോ? നിങ്ങൾക്ക് മനസ്സിലാകും ദൈവം നിങ്ങൾക്ക് എത്ര നല്ല മാതാപിതാക്കളെയാണ് തന്നതെന്ന്, എത്ര നന്നായിട്ടാണ്, എത്ര സ്നേഹത്തോടെയാണ് അവർ നിങ്ങളെ കരുതുന്നതെന്ന്. 2020 ഓർത്ത് നന്ദി പറയുവാൻ ഈ ഒരു കാരണം മാത്രം പോരെ? അഡ്മിഷൻ കിട്ടിയില്ലെങ്കിലും, പഠനം മുടങ്ങിയെങ്കിലും, പലതും ആസ്വദിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിലും, ഉള്ളത് കഴിച്ചും കുടിച്ചും കളിച്ചും ചിരിച്ചും എല്ലാവരും ഒരുമിച്ച് വീടുകളിൽ കഴിയുമ്പോൾ ഏകാന്തതയുടെ ഭീതിയിൽ ഉറക്കം നഷ്ടപ്പെട്ട് ഇരുട്ടിലേക്ക് കണ്ണും നട്ട് കിടക്കുന്ന ആ പാവം അനാഥ കുഞ്ഞുങ്ങളെ ഓർത്താൽ ദൈവത്തോടുള്ള നന്ദിയുടെ 2 കണ്ണുനീർ നിങ്ങളുടെ കവിളത്തോടെ ഒഴുകാതിരിക്കില്ല. ലോകത്തെവിടെ നോക്കിയാലും, ഏതു മനുഷ്യനെ നോക്കിയാലും എല്ലാവർക്കും പരാതിയാണ്. ഭാര്യയോട്, ഭർത്താവിനോട്, അയൽക്കാരോട്, തൊഴിലുടമസ്ഥരോട്, അങ്ങനെ മറ്റ് പലരോടും പലതിനോടും, അല്ല എല്ലാറ്റിനോടും പരാതി, എല്ലാറ്റിനെക്കുറിച്ചും പരാതി. പ്രിയപ്പെട്ടവരെ,
ആത്മാർത്ഥമായി ഒരു തിരിഞ്ഞുനോട്ടം നടത്താമോ? നിങ്ങളുടെ എല്ലാ പരാതികളും സ്വതവേ മാറും. സങ്കീർത്തനക്കാരൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ ഇരിക്കും. എല്ലാ കാലത്തും നമുക്ക് വാഴ്ത്തുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? 2020 നമുക്ക് 2019 പോലെ യഹോവയെ വാഴ്ത്തുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? വാഴ്ത്തുവാനും സ്തുതിക്കുവാനുമുള്ള വകയൊന്നും 2020 ഇല്ലാതിരുന്നു എന്ന് കരുതരുത്. ധാരാളമുണ്ട്. കണ്ണ് തുറന്ന് ഒന്ന് നോക്കിയാൽ മാത്രം മതി. നമ്മുടെ തിമിരം മാറിയാൽ നമുക്ക് 2020 ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങളെ കാണുവാൻ കഴിയും. 2020 ദൈവം നമ്മുടെ സങ്കേതവും ബലവുമായിരുന്നില്ലേ? കഷ്ടങ്ങളിൽ അവിടുന്ന് നമ്മുടെ ഏറ്റവും അടുത്ത തുണയായിരുന്നില്ലേ? എന്നിട്ടും നാം ചോദിക്കുന്നു, ദൈവം 2020 എന്ത് ചെയ്തു എന്ന്. മക്കൾ നഷ്ടമായ മാതാപിതാക്കൾക്ക് വേണ്ടി, അനാഥരായ മക്കൾക്ക് വേണ്ടി, കോവിഡ് മൂലവും ഇതര രോഗങ്ങളാലും മരിച്ചവർക്ക് വേണ്ടി, അപകടങ്ങൾക്കിരയായവർക്ക് വേണ്ടി, ICUവിൽ കഴിയുന്നവർക്ക് വേണ്ടി, തെരുവുകളിൽ ഉറങ്ങുന്നവർക്ക് വേണ്ടി എന്തെല്ലാം ദൈവം ചെയ്യാതിരുന്നുവോ അതെല്ലാം ദൈവം എനിക്കും നിങ്ങൾക്കും വേണ്ടി ചെയ്തിട്ടുണ്ട്. ഇല്ല എന്ന് നമുക്ക് പറയുവാൻ കഴിയുമോ? ദൈവം അത് നമ്മുടെ ജീവിതത്തിൽ ചെയ്തില്ലായിരുന്നുവെങ്കിലും നാമും അവരിൽ ഒരാളായിപ്പോയിരുന്നേനെ. അത് മതി നമുക്ക് നമ്മുടെ കർത്താവിന് നന്ദി പറയുവാൻ. ഇനിയെങ്കിലും പറയാമോ 2020 നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വർഷമായിരുന്നുവെന്ന്? 2020 ദൈവം എനിക്ക് നന്മകൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്ന് നമുക്ക് പറയുവാൻ കഴിയുമോ? നമുക്കും പറയാം നമ്മോട് തന്നെ. സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. അതെ, അകൃത്യം മോചിച്ച്, രോഗങ്ങൾ സൗഖ്യമാക്കി, ജീവന നാശത്തിൽ നിന്ന് വീണ്ടെടുത്ത്, ദയയും കരുണയും നമ്മെ അണിയിച്ച ദൈവത്തിൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. നന്ദി പറയാം ദൈവത്തിന്. കാരണം ഈ ഉപകാരങ്ങളെല്ലാം 2020 ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്. യേശുവെ പോലെയാകുവാൻ, യേശുവിൻ വാക്കു കാക്കുവാൻ, യേശുവെ